ഹായ് 4.25 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1188 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാൻ എത്ര ചെലവ് വരും എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനി ഹനിദാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നമുക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് അയച്ചു ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് ഇറങ്ങാം. ആദ്യമായിട്ട് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് എത്ര വരും നോക്കാം. 3,87,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷന്റെ റേറ്റ് ആണ് ഇത് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് വീഡിയോയിൽ തുടർന്ന് പറയാം. അടുത്തതായിട്ട് അതിന്റെ ബ്രിക്ക് വർക്ക് ലിൻഡിൽ മുതൽ വാർക്ക വരെയുള്ള കോസ്റ്റ് 8,39,000 രൂപയാണ് വരുന്നത്. പിന്നീട് അതിന്റെ ഫിനിഷിംഗ് വർക്ക്, പെയിന്റിങ്, പ്ലാസ്റ്ററിംഗ്, ടൈല് മുതൽ ഇലക്ട്രിക്കൽ പമ്പിങ് എല്ലാം കൂടിയായിട്ട് 10,37,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 22,98,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കാം. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് എർത്ത് വർക്ക് 15,000 രൂപയാണ് നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി മണ്ണ് എടുക്കാനൊക്കെ ആയിട്ട്, അതുപോലെ സൈറ്റ് ക്ലിയറിങ്ങിനൊക്കെ ആയിട്ട് വരുന്നത്. അതിനുശേഷം വരുന്ന റബിൾ ഫൗണ്ടേഷൻ, കരിങ്കല്ലുകൊണ്ട് ഫൗണ്ടേഷൻ 1,55,000 രൂപ വരുന്നുണ്ട്. അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 88,000 രൂപ. എർത്ത് ഫില്ലിങ് ഒരു 62,000 രൂപ വരുന്നുണ്ട്. ഇത് എർത്ത് ഫില്ലിങ്ങിന്റെ കേസ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ പുറമേ നിന്ന് എടുക്കേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതിന് മുകളിൽ വരുന്ന കോൺക്രീറ്റ് 65,000 രൂപയും വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് 3,87,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. പിന്നീട് അതിന് മുകളിൽ വരുന്ന ബ്രിക്ക് വർക്ക് 3,74,000 രൂപ. ലിൻഡിൽ സൺഷെയ്ഡൊക്കെ ആയിട്ട് 1,47,000 രൂപ വരുന്നുണ്ട്. റൂഫ് സ്ലാബ് 3,17,000 രൂപയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റേജിലെത്തി നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ റൂഫ് കോൺക്രീറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് 12,27,000 രൂപ കോസ്റ്റ് വരും. പിന്നീട് അതിൻ്റെ പ്ലാസ്റ്ററിങ് 2,34,000 രൂപ വരുന്നുണ്ട്. പെയിന്റിങ് 1,79,000 രൂപ. ടൈല് 1,92,000 രൂപ. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 2,40,000. ഡോർസ് ആൻഡ് വിൻഡോസ് 2,24,000 രൂപ. അങ്ങനെ നമുക്ക് ടോട്ടൽ 22,98,000 രൂപ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ കോസ്റ്റ് വരും. 1188 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. അതിന്റെ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 1,934 രൂപ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. പിന്നെ ഇതിൽ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു സ്റ്റെയർ റൂം പലപ്പോഴും ഒരു നില വീടുകളിൽ ഉള്ളിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് കൂടെ എക്സ്ട്രാ ഇതിൽ വരും. അങ്ങനെ ഒരു 1,288 അല്ലെങ്കിൽ 1,300 സ്ക്വയർ ഫീറ്റിന്റെ അടുത്തേക്ക് അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1,900 എന്നുള്ളത് അതിലും കുറയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പല വീഡിയോസിലും പറയാറുള്ള കാര്യമാണ്. നമ്മൾ വീടിന്റെ പ്ലാൻ റെഡി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ട് വർക്ക് എടുക്കാൻ പറ്റില്ല. അത് എടുത്ത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പലപ്പോഴും ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീടിന്റെ ഏരിയ കൂടുന്നതിന് അനുസരിച്ച് ചിലപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ടത് ആ ഒരു പ്ലാനിന്റെ ഡിസൈൻ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തൃശ്ശൂർ ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. അതിന് ഈ ഒരു വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനും ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് ഒരു പോർച്ച് കാണാവുന്നതാണ്. ഇവിടെയായിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ലിവിംഗ് ഹാള് വരുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ്ങിൽ തന്നെ ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ, അതുപോലെ ഒരു വർക്ക് ഏരിയ വരുന്നത്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. 290-350 സെന്റിമീറ്റർ എന്നാണ് പോർച്ചിന്റെ സൈസ്. ഇവിടെയാണ് സിറ്റ് ഔട്ട്. 150-200 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു ലിവിംഗ് ഏരിയ വരുന്നുണ്ട്. 300-330 എന്നാണ് ലിവിംഗ് ഏരിയ സൈസ്. അടുത്ത ഡൈനിങ് 440-300 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയ. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-360 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.